ഒരു കോമ്പാക്ട് SUV എന്ന നിലയിൽ ജനപ്രീതി നേടിയ ഒരു താരം തന്നെയാണ് നമ്മുടെ സ്വന്തം എക്കോസ്പോർട്ട്. 2003 ബ്രസീലിലായിരുന്നു ഫസ്റ്റ് ജനറേഷന്റെ ജനനം. 2012 സെക്കൻഡ് ജനറേഷനും ഗ്ലോബൽ മാർക്കറ്റിൽ എത്തിച്ചേരുകയും അന്ന് തൊട്ടേ ഇന്ത്യൻ നിരത്തുകളിൽ ഇക്കോസ്പോർട്ട് ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. പവറിലും ലുക്കിലും മാത്രമായിരുന്നില്ല, ഇന്ധനക്ഷമതയിലും ഇക്കോസ്പോർട്ട് മുൻനിരയിൽ തന്നെയായിരുന്നു. ഒരു ആവറേജ് ഒരു 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒരു 18 കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. 18-19 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ പവർ കിട്ടില്ല എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പവർ കുറഞ്ഞ വണ്ടികൾക്ക് അല്പം പവർ കുറവായിരിക്കും, പവർ കൂടിയ വണ്ടികൾക്ക് അല്പം പവർ കൂടുതലായിരിക്കും. 2021 അവസാനത്തോടുകൂടെ ഫോർഡ് ഇന്ത്യയിൽ നിന്ന് വിടവാങ്ങിയെങ്കിലും പഴയ പ്രൗഢിയോടുകൂടെ തന്നെ ഈ കുട്ടിക്കൊമ്പനെ ഇന്നും നമ്മുടെ നിരത്തുകളിൽ കാണാൻ കഴിയും.